ജഗതി ശ്രീകുമാർ മല്ലിക സുകുമാരനുമായി ഉണ്ടായിരുന്ന ബന്ധം സിനിമാ ലോകത്ത് ഒരു കാലത്ത് ഏറെ ചർച്ചയായതാണ്. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ഒരുമിച്ച് ഇരുവരും പിന്നീട് വേർപിരിയുകയാണുണ്ടായത്. രണ്ടുപേരും സിനിമ സ്വപ്നങ്ങളുമായി നടക്കുന്ന കാലത്തായിരുന്നു ഈ ബന്ധം. ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഘട്ടമായിരുന്നു മല്ലികയ്ക്ക് അത്. തനിക്ക് രണ്ടാമതൊരു ജീവിതം തന്നത് സുകുമാരനാണെന്ന് മല്ലിക അഭിമാനത്തോടെ ഇപ്പോൾ പറയാറുണ്ട്. മല്ലികയുമായി പിരിഞ്ഞതിനെ കുറിച്ച് ജഗതി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സംവിധായകൻ ശാന്തിവിള ദിനേശാണ് നടന്റെ പഴയ അഭിമുഖത്തിലെ ഭാഗങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത്. വുമൺസ് കോളേജിൽ പഠിക്കുന്ന മല്ലികയുമായി ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ പ്രണയത്തിലായി. അസ്ഥിയിൽ പിടിക്കുന്ന പ്രണയമായി ഞങ്ങൾ ഒളിച്ചോടുകയായിരുന്നു. നാഗർകോവിൽ വഴി മദ്രാസിലേക്ക്. 10 വർഷത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടു സമുദായത്തിൽപ്പെട്ടവരാണല്ലോ. പ്രബല സമുദായത്തിൽ അംഗമായിരുന്നു മല്ലിക. അന്ന് എനിക്ക് 21 വയസ്സായിരുന്നു പ്രായം. കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയാകണമെന്ന് ഞങ്ങൾക്കറിയാം. അതിനുശേഷം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. സമുദായത്തെ ഓർത്ത് എനിക്ക് ഭയമായിരുന്നു. സിനിമ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള യാത്ര കൂടിയായിരുന്നു അത്. ജഗതി എനിക്ക് ആചാര്യയുടെ മകനാണ് ഞാനെന്നും കൈനിക്കര കുമാരപ്പിള്ളയുടെ ബന്ധുവാണ് മല്ലികയെന്നും മദിരാശിയിലെ ചിലർക്കൊക്കെ അറിയാം. ചങ്ങമ്പുഴയുടെ രമണനൊക്കെ വായിച്ച ഹാങ് ഓവറിലായിരുന്നു ഞങ്ങളുടെ പോക്ക്. രണ്ടുപേർക്ക് ഒരേ ദിശയിലേക്ക് ഒഴുകാം, ഒരു തോണിയിൽ ഒഴുകാം എന്നൊക്കെയുള്ള കാൽപ്പനിക ചിന്ത. തികച്ച് ഉട്ടോപ്യൻ കാഴ്ചപ്പാടോടെയുള്ള യാത്ര. ുമായി ബന്ധമില്ലാത്ത 10 വർഷങ്ങളായിരുന്നു പിന്നീട്. അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഏകദേശം 10 വർഷത്തോളം ഞാനും മല്ലികയും ഒരുമിച്ച് ജീവിച്ചു. ഇതിനിടയിലാണ് മല്ലിക സ്വന്തം സമുദായത്തിൽപ്പെട്ട സുകുമാരനുമായി പ്രണയത്തിലാവുന്നത്. അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് 2 പേർക്കും വിദ്യാഭ്യാസം ഉള്ളതിനാൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിരിയാൻ തീരുമാനിച്ചു. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയോട് കാര്യം പറഞ്ഞു. ഹൃദയഭേദകമായ അവസ്ഥകൾ ഒഴിവാക്കി നല്ല രീതിയിൽ മല്ലിക വിവാഹം ചെയ്യുന്നതിന് തമ്പി മീഡിയേറ്ററായിരുന്നു. അങ്ങനെ മല്ലിക സുകുമാരന്റെ കൂടെ ജീവിതം തുടങ്ങി. വല്ലാത്ത ഏകാന്തത വന്നു. വീട്ടിലേക്ക് തിരിച്ചെന്ന് ജഗതി അന്ന് അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞെന്ന് ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മല്ലികയും താനും 2 വഴിക്ക് നീങ്ങിയെന്ന് ജഗതി അഭിമുഖത്തിൽ പറയുന്നുണ്ട്.